നിങ്ങൾ ഇത്രയും ചെറിയ ഒരു പണ്ടാലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളെ പണ്ടാലി. കണ്ടോ? വെള്ളം ഒഴിച്ച് കിട്ടണം. എന്ത് സാധനം? പൈനാപ്പിൾ ബജി. പൈനാപ്പിൾ ബജി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങുകയാണ്. ഇന്ന് സൺഡേ ആണ്. എംബ്രിക് ബേബി ഇവൻ കണ്ട വീഡിയോ അടിച്ചാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ശരിയണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം എന്തേ രാവിലെ തന്നെ ഇറങ്ങുകയാണ്. ചെറിയൊരു ഓട്ടം വിളികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നേരെ പോട്ടെ, ചായ കുടിച്ചിട്ട് നേരെ പോകുന്നു ഗൈസ്. രാവിലെ തന്നെ ചട്നി ദോശയാണ്. ടൊമാറ്റോ ചട്നി, ചിക്കൻ വെള്ളം, ദോശ. ചിക്കൻ സൂപ്പ്, അതാണ് ചിക്കൻ വെള്ളം. ഇട് ചിക്കൻ വെള്ളവും ബിരിയാണിക്കാണ്. അപ്പോൾ ഗൈസ് ചിക്കൻ വെള്ളവും. ഇന്നലെ ചിക്കൻ കറി, ഇനി ചിക്കൻ വാട്ടാം. ചട്നി, tomato chutney, ചിക്കൻ വാട്ടർ, ടൊമാറ്റോ ചട്നി. സൂപ്പർ ഒരു ഗൈസ്, രക്ഷയില്ലാത്ത ഗൈസ്. ചട്നി. അപ്പോൾ ഗൈസ് കഴിക്കുന്നില്ല. ചട്നി ചട്നി കുടിക്കട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗംഭീർ. ഇപ്പം കഴിക്കട്ടെ ഗൈസ്. രാവിലെ തന്നെ ചില്ലറ ഓട്ടോ ഒക്കെ ഉണ്ട്. സൺഡേ അല്ലേ, ഒരു കല്യാണ ഓട്ടവും അങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഓട്ടം കാണും. വൈകിട്ട് ബീച്ചിലൊക്കെ കിടന്ന് ഓടണം. ഇന്നലെയും പോസ്റ്റായി പോയി. ഇന്ന് ഓടണം കഴിച്ചു. എന്തായാലും കഴിച്ചിട്ടില്ല, സമയമില്ല. രാവിലെ തന്നെ അത് പറഞ്ഞില്ലേ, കല്യാണ പരിപാടി. നല്ല മുളക് രക്ഷ മുതൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണ പരിപാടിയാണ്. കണ്ടോ? അടിപൊളി ചിക്കൻ ഫ്രൈ. നിങ്ങൾ ഇത്രയും ചെറിയ ഒരു പണ്ടാലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളെ പണ്ടാലി. കണ്ടോ? ഞാൻ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളക്കിണർ ബ്രദേഴ്സിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ നാസറിയാൻ ഇതാണ് ഈ വരുന്നത്. നോക്കി നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്നിട്ട് നമ്മുടെ ചങ്ക് കൂട്ടുകാർ എവിടെ പോയിരുന്നു? എവിടെ പോയി പറ. വെറ്റക്കടയിൽ പോകണ നിന്നൊന്ന് കാണാറുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ തരണ്ടേ? ഉണ്ട് തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ വിശേഷങ്ങളൊക്കെ ഡെയിലി നമ്മളെ കണ്ടില്ലെങ്കിലും തിരക്കുന്ന നമ്മളൊരു കൂട്ടുകാരനാണ്. അവനിക്ക് ഞാനൊരു ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തായാലും ഫോൺ കൊടുക്കും. ഫ്രീയാന്ന് സമയത്ത് എനിക്കൊരു ഫോൺ കൊടുക്കാനുണ്ട്. ഫോൺ എടുക്കുക. അവനെ കിട്ടത്തില്ല, അവനെ വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. കാണുമ്പോൾ അവൻ വിശേഷം തിരക്കും. കൊച്ചാ പ്രസവിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിശേഷം തിരക്കുക അവരെ. വിത്ത എവിടെ, എന്ത് കൊച്ചാണെന്നൊക്കെ തിരക്കുക. നമ്മുടെ ആൾക്കാർ പോലും നമ്മളൊക്കെ തിരക്കിയിട്ടില്ല, പക്ഷെ അവൻ തിരക്കിയിട്ടുണ്ട്. ഒരു കൂടപ്പുറപ്പിന് തുല്യമായിട്ടുള്ള സ്നേഹം തരുന്നതിനാണ്. അപ്പം നമ്മളിത് ബ്രദേഴ്സിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. എടുത്തെടുത്തെടുത്ത് ഇതുണ്ട് നമ്മുടെ ആലപ്പുഴ വെള്ളക്കിണർ ബ്രദേഴ്സ് ഹോട്ടൽ. വേറെ 2-3 ഓട്ടോ ഉണ്ടായിരുന്നു. അതിൻ്റെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ ആരുമില്ല. അപ്പം നേരെ ബ്രദേഴ്സിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ ആരുമില്ല. അപ്പോൾ അവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. രാവിലെ ഒന്നും ആളും ബഹളമൊന്നുമില്ല. നിരന്നോട്ടങ്ങളൊക്കെയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ലോട്ടം കിട്ടിയിട്ടാണ് വേറെ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ പോസ്റ്റാണ്. ഞായറാഴ്ച രാവിലെ ഒന്നും വലിയ തിരക്കൊന്നും കാണത്തുന്നില്ല. കണ്ടോ ചൂട് കണ്ടോ? ഷർട്ടൊക്കെ നനഞ്ഞില്ല, ഭയങ്കര ചൂടുണ്ട്.
ഭയങ്കര ചൂട്, പൊള്ളുന്ന ചൂട്. അപ്പോൾ ഇന്നിനി ഇവിടെ ബീച്ചിൻ്റെ ഇവിടെ കുറച്ച് നേരം കിടക്കുമ്പോൾ തണുത്തൊക്കെ റെഡിയാവും. എന്നിട്ട് ഇവിടെ നിന്ന് വേണം വേറെ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്. അപ്പോൾ നോക്കാം. 4 ഓട്ടോ കിടക്കണം എൻ്റെ ഉൾപ്പെടെ. 3ാമത്തെ ഞാനാണ്. ഇനി ഇവിടെ നിന്ന് നോക്കാം വല്ലതും കിട്ടുമെന്ന്. ഇനി ഇവിടെ നിന്ന് കിട്ടിയല്ലോ ബസ് സ്റ്റാൻഡൊക്കെ കിട്ടിയെന്നെങ്കിൽ അടിപൊളി. പിന്നെ കല്യാണം ഈ ഞായറാഴ്ച കൊണ്ട് കല്യാണം ഓട്ടമൊക്കെ ഉണ്ട്. 2-3 തൊട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ 2-3 ബിരിയാണി ചെമ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എവിടെയും പോകണം. ഇഷ്ട വീട്ടിൽ കഴിക്കാൻ വേണ്ടി വന്നാണ് ചോറ്, മോരാണ്, കുറച്ച് ചിക്കൻ കറി. ഈ ഒരാഴ്ച ചിക്കൻ കറിയാണ്. വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ബിരിയാണി കഴിക്കാൻ തന്നെ സെറ്റപ്പിൽ ഇരുന്ന് ബിരിയാണി ഒന്നും കിട്ടിയില്ല. ഹോട്ടലിൽ കഴിഞ്ഞ് വന്നിട്ട് 4 മണി ഇല്ല, എടുക്കാൻ പറ്റില്ല. ഇനി വൈകിട്ട് വേറൊരു പരിപാടി ഉണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ കടയൊന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ അല്ലേ. 4 മണി 4:04. ഞാൻ നേരത്തെ കഴിച്ചു. താമസം ഇത്രയും ലേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് കാണാം. ബൈ. വലിയ ഉണ്ടാണ് ഗൈസ്. ജച്ച കഴിച്ച് ഞാനിപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു വിളിച്ചപ്പോൾ കഴിച്ചോളാം. അപ്പോൾ ഞാനിവിടെ ചോറ് കഴിച്ചിട്ടൊക്കെ വരും ഗൈസ്. ഇനിയും വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ഗൈസ് ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് മേലിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കിടക്കാമെന്ന് ഓർത്തു, കുറച്ച് നേരം റെസ്റ്റ്. അപ്പോൾ ഗൈസ് ഇതേ ഫുഡൊക്കെ കഴിച്ച് രാവിലെ അത്യാവശ്യം ചില്ലറ ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബിരിയാണിയുടെ ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ട് ചെറിയൊരു ജിലേബിയുടെ ഓട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് വീട്ടിലോട്ട് ജസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാനൊക്കെ കിടന്നിട്ട് ഞാൻ പോകും. വേറെ പരിപാടി ഉണ്ട്. ഓക്കെ, വീട്ടിൽ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് മാറി കിടന്നപ്പോൾ തന്നെ ഒരു കോൾ വന്നു. നമ്മുടെ കൂട്ടുകാരൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയേ. അപ്പോൾ ഞാൻ കൈതവന ഇവിടെ വീടിൻ്റെ പെരുവാസൂലി എന്ന് നടക്കുന്ന ആളാണ്. അപ്പം അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. ആ സാധനങ്ങളും കൊണ്ടുവന്ന് ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഇനി അതെല്ലാം കൂടെ കൊണ്ടുപോകണം. ഇച്ചിരി അശ്വറോട്ട് അത് ഷർട്ടൊക്കെ കണ്ടെങ്കിൽ മൊത്തം അശ്വറായിട്ടിരിക്കുക. ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഇനി രാവിലെ ബിരിയാണി കൊണ്ടുവരുന്നത് ആ ചെമ്പെടുത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടി ജിലേബിയുടെ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഓട്ടമായിട്ട് കൊള്ളാൻ എന്തായാലും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ വീഡിയോ എടുക്കാം. പൈസ കൊടുത്താൽ ഇല്ല പൈനാപ്പിൾ നാസിമിക്കാനേയും കൂടെ വേണം വരുന്ന കേട്ടോ. കറക്റ്റായിട്ട് കിട്ടി. എന്ത് സാധനം പൈനാപ്പിൾ ബജി. പൈനാപ്പിൾ ബജി ചൂടായിട്ട് കഴിക്കണമെന്നും പറഞ്ഞ് തന്നതാണ്. അല്ല നമ്മൾ കഴിക്കുമ്പോൾ വേണ്ടി ചക്കയപ്പൊക്കെ ഇല്ലേ, ചക്കയപ്പത്തിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക്. സംഭവം കൊള്ളാം, കിടുന്നതാണ്. ആഹാ പൊളി. ഇത് കിഴങ്ങ് കറി, ചിക്കൻ റോസ്റ്റും ബീഫ് കുറുമായി. ഡെയിലി ഭയങ്കര സെറ്റപ്പാണ്. മുതലാളിയുടെ മോന് വേറെ പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് പോന്നേ.
നമ്മൾ ഇങ്ങനെ ഷിയ ഇപ്പോഴാണ് വന്നത് കേട്ടോ. ഷിയ ഭയങ്കര തിരക്കായിരുന്നു, അപ്പം പുറത്തോട്ടൊന്നും പോയില്ല. ടയേർഡ്. അപ്പോൾ നമ്മളിത് ടയേർഡ് കാരണം പുറത്തോട്ടിറങ്ങിയതാണ് ചായ കുടിക്കാൻ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പച്ചി അപ്പോൾ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചക്കറിയ ബസാറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര സ്പീഡായിരുന്നു, സമയം പോകുന്നു. എന്ത് സ്പീഡിലാണ് ഓരോ ഈ ടൈം പോകുന്നത്, ഒന്നിനും സമയമില്ല. സത്യം പറഞ്ഞു അല്ലടാ, നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഭയങ്കര തിരക്ക്. പറയാം ഷിയ പുറത്താണെന്നെങ്കിലും പറയാം. ഞാൻ വീടിനകത്തിരുന്നിട്ട് ഞാൻ തിരക്ക്. വീടിനകത്തിരുന്നിട്ട് സമയമൊക്കെ റോക്കറ്റ് പോലെ പോകുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല. റിയാക്ഷൻ വീഡിയോ കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്ന ഷിഹാബ് എന്ന് പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നല്ല അടിപൊളി റിയാക്ഷൻ വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവരെയും പൊരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും പൊരിച്ചു വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടിപൊളി വീഡിയോസൊക്കെയാണ് വരുന്നത് കേട്ടോ. അയ്യോ ദുവ വിളിക്കുക കേട്ടോ. ദുവ ഇപ്പുറത്തെ ഫോണിൽ വിളിക്കുക. ഹലോ. അപ്പോൾ ഗൈസ് മഴ പെയ്യും. അതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മഴ പെയ്യുന്നു. മഴ പൊടിയുന്നു കേട്ടോ. പൊടിമഴ. എന്താ മോനെ? ഞാൻ വേറെ രീതിയിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ റൂട്ട് അറിയില്ല. ഞാൻ പാടുമ്പോ തിരിഞ്ഞൊക്കെ പോകും. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി അവനെ അവളെ തൂക്കി തൂക്കി അവളെ ഇവനെയും അവളെയും അവനെയും തൂക്കി ഇവനെയും അവളെയും അവനെയും തൂക്കി തൂക്കിയല്ല കൂട്ടി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ പാട്ടൊക്കെ പഠിച്ചിട്ട് നല്ലപോലെ പാടാം. ഓക്കെ. പുതിയ കാർ എടുത്തു ഗൈസ്. അപ്പം നമ്മളിവിടെയാണ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫുഡൊന്നും തന്നെയാണ്. ഇവിടെ നമ്മുടെ കാര്യം ഇരിക്കുന്നുണ്ടോ, ബട്ടർ പട്ട. ഇവനെ കാണാനാണ് ഞാനിവിടെ വരുന്നത്. ഇത്ര ഓടി വന്ന് എൻ്റെ അടുക്ക് ചോദിക്കോ വയ്യേ, അതെന്ത് കോണാത്തിലെ ചോദിച്ചു. പറഞ്ഞു ഷാനിങ് അടിക്കുന്നുണ്ട്. ഡെയിലി ബട്ടർ പണ്ണാണ് കഴിച്ചു. എന്നിട്ട് ഓരോന്ന് മണ്ണ് കൂടുതലാണെങ്കിൽ കുറയ്ക്കണം. ഡെയിലി മധുരമോ കഴിക്കുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് കയറുവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടയേർഡാണ്. അപ്പം എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നേരത്തെ വീട്ടിലേക്ക് കയറിയിട്ട് വന്നു. നാളെ നമുക്ക് സെറ്റാണ്. മഴയും പെയ്യുന്നുണ്ട്. മഴയും പൊടിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ മഴയൊക്കെ കൊള്ളുന്നത്. അപ്പോൾ എന്തായാലും മഴ കൊള്ളും, പക്ഷേ ഇപ്പോൾ കൊള്ളാൻ ഒരു മൂടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അപ്പോൾ എന്തായാലും പോകാം. ഇനി ഞാൻ ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കത്തില്ല. ചിലപ്പോഴല്ല, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. കാര്യം വിളിക്കുന്നത് എന്താ കാര്യം എന്നറിയാമോ? പഠിക്കുവാണ്. ദുവ ഭയങ്കര പഠിത്തത്തിലാണ്. അപ്പം കണ്ടോ, ദുവ ഭയങ്കര പഠിത്തമാണ് കേട്ടോ. ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഇതുപോലൊരു മക്കളെ കിട്ടിയതിൽ കഴിഞ്ഞ ദിവസം മഴ കൊണ്ടുപോയാണ്. അതുകൊണ്ട് ഇന്ന് മഴ കൊള്ളാനായിട്ടൊന്നും മൂടില്ല. കഴിഞ്ഞ ദിവസം മഴ കൊള്ളാൻ. ഹലോ. ദുവ ഞങ്ങൾ വീടിൻ്റെ വാതിൽക്ക് എത്തി. ദുവ ഒരു കാര്യം ചെയ്യാവാ. ദുവ മേളിൽ നിന്ന് 2 ജാർ എടുത്ത് തരാവാ താഴത്തോട്ട്. ഞാൻ നിങ്ങൾ താഴെ നിൽക്കുള്ളൂ. ദേ ഇവിടെ എത്തിയേ.
അതേ വെള്ളം എടുക്കാൻ പോവുക കേട്ടോ. നമ്മൾക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ വെള്ളമില്ലല്ലോ. ദുവ പഠിക്കുകയാണ്. ഓക്കെ പഠിച്ചു. ദുവ ഭയങ്കര പഠിത്തത്തിലാണ്. അപ്പം നമ്മളാണെങ്കിൽ വെള്ളം എടുക്കാൻ പോകുന്നു. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ മറന്നു. പാത്രം വെള്ളം എടുക്കുന്നുണ്ട്. ഇപ്പം ചൂടടിക്കുന്നത് 45 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഭയങ്കര ഹോട്ടാണ് കേട്ടോ. എല്ലായിടവും ഭയങ്കര ചൂടാണ്. അപ്പം നിങ്ങൾ അപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ ചൂടാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എന്താടാ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആരും വെയിൽ കൊള്ളരുത്. ഇറങ്ങി മുള്ളുക, നന്നായിട്ട് മൂത്രമൊഴിക്കുക. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടം കൊണ്ട് കെട്ടിയിടുക. അപ്പം എൻ്റെ പ്രത്യേക മുന്നറിയിപ്പുണ്ട്. മുന്നറിയിപ്പെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 12 മണി മുതൽ 11 മണി മുതൽ പോട്ടെ 10 മണി നിങ്ങൾ പിന്നെ 3 മണി വരെ ദയവ് ചെയ്ത് വെയിൽ നേരിട്ട് കൊള്ളരുത്. കാര്യം അത്രയും കഠിനമായിട്ടുള്ള ചൂടാണ്. സൂര്യാഘാതം വരെ ഏൽക്കാനുള്ള സാധ്യത വളരെ 45 ഡിഗ്രി സെൽഷ്യസിലാണ് 45 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. അപ്പം അതുകൊണ്ട് ആരും തുറസായ സ്ഥലങ്ങളിലൊന്നും നിൽക്കരുത്. വെയിൽ നേരിട്ട് കൊള്ളുന്ന ഇതിൽ നിൽക്കരുത്. ജോലി ചെയ്യുന്നവർ എന്ത് പറയാനാണ്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലപോലെ കെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ പുതിയ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷിയാന പുതിയ ഒരു അറിവാണ്. ഷിയാനോട് ആരോ പറഞ്ഞതാണ് എല്ലാവരും കരടിയെ കുടിക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ 2 കരടിയെ വെച്ച് കുടിക്കണമെന്നാണ് പറയുന്നത്. ഈ 2 കരടിയെ വാങ്ങിച്ച് കുടിച്ചാൽ ശരീരം എപ്പോഴും കൂളായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നാളെ മുതൽ ഞങ്ങൾ ഈ 2 കരടീനെ പോയി വാങ്ങിച്ച് കുടിക്കാൻ പോവുകയാണ്. ഈ 2 കരടിയെ പൈസയും ഡെയിലി ഈ 2 കരടിയെ കുടിക്കുന്നു. അവർ ഡാൻസ് നമ്മുടെ പിന്നെ ഈ ഇത് 2 ലിറ്റർ വേണം. അത് കൊള്ളാം. ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ കടയിൽ ഇത് നല്ല അടിപൊളി. ഇത് അത് കൊള്ളാം. പച്ചക്കറി 200 താഴെ മേടിക്കാതെ എന്തോ ഈ ഫ്ലാസ്ക് എന്തോ അല്ല 200 ചൂടുവെള്ളം വെക്കാൻ പറ്റുമോ? ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റമാണ്. ഫ്ലാസ്ക് അല്ലേ ഇതുണ്ട് ചോർച്ചെടുക്കും. ഇത് സാധാരണ ഗൈസ് പെട്ടെന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിലോട്ട് വന്നാണ് ഗൈസ് ചൂട്. അപ്പം കിട്ടിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് പോയി ഗൈസ്. ഒന്നാമത് നമുക്ക് ആ വോൾട്ടേജ് ഇല്ല. വീട്ടിൽ വന്നപ്പം കറണ്ടിന് വോൾട്ടേജ് ഇല്ല ഗൈസ്. AC വർക്ക് ചെയ്യുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അതെ ഇത് കണ്ട ചൂടൊക്കെ എടുത്തിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ട. വയ്യ ഗൈസ്, വയ്യ ഗൈസ് ശരിക്കും പെട്ടിങ്. അപ്പം വയ്യ പട്ടിയെ പോലെ കിടന്ന് കിതക്കുവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇതുണ്ട് ഈ ചൂടത്തും പിടിച്ചിരിക്കുന്ന എൻ്റെ പൊന്നാണ് ഹീറോ. എൻ്റെ പൊന്നാണ് എൻ്റെ ഹീറോ. ഈ ചൂടത്തും ഒരു എന്താ ചൂടെന്ന് പോലെ അറിയേണ്ടത് എനിക്ക് എന്തുവാണ് പറയാം, ഏത് ചൂടെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വയ്യ മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ ഗൈസ്, ഫോണിലോട്ട് നോക്കൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റിലൂടെ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം ഈ വീഡിയോ മടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അറിയിക്കുക. എന്നാലല്ലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.